തട്ടിയും പരമ്പരയിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം സുപരിചിതനായ താരമാണ് സിദ്ധാർത്ഥ് പ്രഭു. പരമ്പരയിൽ കണ്ണൻ എന്ന കഥാപാത്രമായിട്ടാണ് സിദ്ധാർത്ഥ് തിളങ്ങിയത്. വർഷങ്ങളോളം തട്ടിയും പരമ്പരയുടെ ഭാഗമായി നിന്ന സിദ്ധാർത്ഥ് അതിവേഗമാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയതും. പരമ്പരയിൽ മീനാക്ഷിയായി എത്തിയ ഭാഗ്യലക്ഷ്മി സിദ്ധാർത്ഥിന്റെ സ്വന്തം ചേച്ചി തന്നെയായിരുന്നു. മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ തിളങ്ങിയ പ്രഭുവിൻ്റെയും അനിലയുടെയും മക്കളാണ് ഇരുവരും. അതുവഴിയാണ് ഇരുവർക്കും തട്ടിയും പരമ്പരയിൽ മോഹനവല്ലിയുടെയും അർജുനന്റെയും മക്കളായി എത്തുവാൻ സാധിച്ചത്. പരമ്പര അവസാനിപ്പിച്ച ശേഷം സിദ്ധാർത്ഥിന്റെ അധികം വിശേഷങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ സുപ്രധാന വിശേഷം എന്ന് തന്നെ പറയാവുന്ന ഉപനയന ചടങ്ങ് അഥവാ പൂണൂൽ കല്യാണം കഴിഞ്ഞുവെന്ന സന്തോഷമാണ് സിദ്ധാർത്ഥ് പങ്കുവച്ചിട്ടുള്ളത്. വീട്ടിൽ നടന്ന പൂജകൾക്കും ഹോമങ്ങൾക്കും ഒടുവിൽ കാവിയുടുത്ത് പൂണൂലിടുന്ന പൂണൂൽ കല്യാണം അഥവാ ഉപനയന ചടങ്ങാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ കുട്ടികൾ വേദ പഠനത്തിനോ ഔപചാരിക വിദ്യാഭ്യാസത്തിനോ തുടക്കം കുറിക്കുന്ന ചടങ്ങിനാണ് ഉപനയനം എന്ന് പറയുന്നത്. ഈ ചടങ്ങിൽ ആൺകുട്ടിയെ യജ്ഞോപവീതം അഥവാ യജ്ഞസൂത്രം ധരിപ്പിക്കുന്നു. യജ്ഞോപവീതം എന്ന മലയാളത്തിലും തമിഴിൽ പൂണൂൽ എന്നുമാണ് ഇതറിയപ്പെടുന്നത്. അതിനാൽ പൂണൂൽ കല്യാണമെന്നും ഉപനയന ചടങ്ങ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു ബാലന് ആദ്യമായി ബ്രഹ്മോപദേശം നൽകുന്നത് ഉപനയന വേളയിലാണ്. ബ്രാഹ്മണർക്കിടയിൽ 5-ാം വയസ്സ് മുതലും ക്ഷത്രിയർക്കിടയിൽ 13-ാം വയസ്സ് മുതലും വൈശ്യർക്കിടയിൽ 17-ാം വയസ്സ് മുതലുമാണ് ഇത് സാധാരണയായി നടക്കുന്നത്. ഉപനയനത്തോടു കൂടിയാണ് ഒരാളുടെ ജീവിതത്തിൽ ബ്രഹ്മചര്യാശ്രമം ആരംഭിക്കുന്നത്. 2006 ഒക്ടോബർ 23-ന് കൊച്ചിയിൽ ജനിച്ച സിദ്ധാർത്ഥ് ഇപ്പോൾ 19 വയസ്സുകാരനാണ്. കോട്ടയത്തെ മൗണ്ട് കാർമൽ വിദ്യാനികേതനിൽ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥ് 2011-ൽ പുറത്തിറങ്ങിയ ആകാശ്മീകം എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ അഭിനയ യാത്ര ആരംഭിച്ചത്. വിജയകരമായ ഒരു കരിയറിനാണ് പിന്നീട് തുടക്കം കുറിച്ചത്. എന്നിരുന്നാലും 2012-ൽ മഴവിൽ മനോരമയിൽ അരങ്ങേറ്റം കുറിച്ച ജനപ്രിയ മലയാള സിറ്റ്കോം തട്ടിയും എന്നതിലെ കണ്ണന്റെ വേഷമാണ് അദ്ദേഹത്തെ വലിയ പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. ഒപ്പം ചേച്ചി ഭാഗ്യലക്ഷ്മിയും എത്തി. എങ്കിലും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നഴ്സിംഗ് പൂർത്തിയാക്കി ലണ്ടനിൽ ജോലി കിട്ടിയ ഭാഗ്യലക്ഷ്മി പരമ്പര ഉപേക്ഷിക്കുകയും UK-യിലേക്ക് ജീവിതം പറിച്ചു നടുകയും ചെയ്തിരുന്നു. എങ്കിലും ഇപ്പോഴും ചേച്ചിയുടെ വിശേഷങ്ങൾ ആരാധകർ തിരക്കാറുണ്ട്. നാട്ടിൽ അവധിക്ക് വരുമ്പോഴെല്ലാം ഭാഗ്യലക്ഷ്മിയുടെ വിശേഷങ്ങൾ ആരാധകർക്കിടയിലേക്ക് എത്താറുമുണ്ട്. തട്ടിയും പരമ്പര അവസാനിച്ചതിന് ശേഷം മഴവിൽ മനോരമയിലെ സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലെ നായകനായി എത്തിയും സിദ്ധാർത്ഥ് ശ്രദ്ധ നേടിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.